പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത വേളയിലെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് അല്പകാര്യം പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ഒരു രത്നച്ചുരുക്കം തന്നെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിലെ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ എന്നുള്ളതായ ഭാഗം അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ബൈബിളിന് ചിലരുടെ പ്രാർത്ഥന മാത്രം എടുത്തു പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിച്ചതായ ഒരു ദാനിയേലിനെ കാണാനായിട്ട് കഴിയും. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ദാനിയേലിന് വിപരീതമായി വന്നതായ ഒരു വലിയ പ്രതിസന്ധി രേഖ വിപരീതമായി എഴുതി. ദാരിയൂസ് രാജാവിനോടല്ലാതെ ആരെങ്കിലും ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അങ്ങനെയുള്ളൊരു തീച്ചൂളയിൽ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയുന്നുള്ളതായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേൽ തൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ട് താൻ മുൻപ് ചെയ്തു പോകുന്ന പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാനിയേലിന് വന്നതായ പ്രതിസന്ധി സാധാരണ ഒരു പ്രതിസന്ധിയല്ല. സിംഹങ്ങളുടെ ഗുഹയിലിട്ട് ദാനിയേലിനെ കൊല്ലുക എന്നുള്ളതായ പ്രതിസന്ധിയാണ് വന്നത്. എന്നാൽ അതിനു മുമ്പേ നമുക്ക് 3-ാം അധ്യായം പഠിക്കുമ്പോൾ, ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നു, ചൂളയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ച് രാജാവ് നിർത്തിയതായ ബിംബത്തെ നമസ്കരിക്കാത്തവരെ ചൂളയ്ക്കകത്തിട്ട് കളയുന്നുള്ള കൽപ്പന പുറപ്പെട്ടപ്പോൾ ചന്ദ്രക്കും മേശക്കും അഭ്യന്തരവും തീരുമാനിച്ചു, ഞങ്ങളെ സ്വർഗത്തിലെ ദൈവം വിടുവിക്കും. ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, ഏതെങ്കിലും കാരണത്താൽ വിടുവിച്ചില്ലെങ്കിലും നെബൂഖദ്നേസർ നാട്ടിലായ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തതായ ഭക്തന്മാരുടെ ജീവിതത്തിലെ സ്വർഗത്തിലെ കർത്താവ് അവരെ 4-മനായി ചുളയ്ക്കകത്ത് ഇറങ്ങി വന്ന് വിടുവിച്ചത് നമുക്കറിയാൻ കഴിയും. അതിനേക്കാൾ അപ്പുറമായ ഒരു പ്രതിസന്ധിയാണ് ദാനിയേലിൻ്റെ ജീവിതത്തിൽ വന്നത്. സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ട് കളയുന്നുള്ളതായ ഈ വലിയ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ദാനിയേല് പ്രത്യേക ഒരു പ്രാർത്ഥന ആ നിമിഷത്തിലെ ഒരു ഉപവാസ പ്രാർത്ഥനയോ അല്ലെ എല്ലാവരെയും കൂട്ടി വരുത്തിയ ഒരു പ്രാർത്ഥനയോ ഒന്നുമല്ലായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ പ്രതികൂലങ്ങളുടെ നടുവിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്വർഗത്തിലെ ദൈവം അത്ഭുതമാർന്ന രീതിയിൽ ദാനിയേലിനെ വിടുവിച്ചായി നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, നാം ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയവേദനയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ജീവിതത്തിൽ അനുഭവിച്ചറിയത്തക്കവണ്ണം ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നോക്കണേ, ദാനിയേലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ പ്രതിസന്ധി നമ്മളുടെയും ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ദിവസം തോറും കടന്നു വരും. ആ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ രാവിലെ സമയത്ത് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് കടന്നു വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ, നീ എന്നെ ഒന്ന് വിടുവിക്കണമേ. നമുക്ക് മുഴങ്കാലം അടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടച്ചുകൊണ്ട് നമുക്ക് ജീവനുള്ള ദൈവത്തോട് യാചിക്കുമ്പോൾ ജീവനുള്ള ദൈവം സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. ഇയ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതികൂലമെന്ന് പറഞ്ഞാൽ, ഇയ്യോബിൻ്റെ മക്കൾ 10 നഷ്ടപ്പെട്ടു, ഇയ്യോബിൻ്റെ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു, ഇയ്യോബിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ആ സാഹചര്യങ്ങളിലൊക്കെ ഇയ്യോബ് ദൈവത്തോട് ചേർന്നിരുന്നു. യഹോവ തന്നു, യഹോവ എടുത്ത് അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെന്ന് 10 മക്കളും മരിച്ചു കിടക്കുന്ന വേളയിൽ പറഞ്ഞവനായ ഇയ്യോബാണ്.
എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ സന്തോഷത്തോടെ ഏത് കഷ്ടതയുടെ നിലനിൽക്കാനുള്ളതായ ദൈവകൃപയോടെ നിന്നതായ ഇയ്യോബ് 42 അധ്യായം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ എല്ലാം മാറുക മാത്രമല്ല, നഷ്ടപ്പെട്ടതിനെയൊക്കെ അവൻ ഇരട്ടിയായി കൊടുത്തതായി കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാവിലെ സമയത്ത് നമുക്ക് ആഴമായ തീരുമാനമെടുക്കാം. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിയുന്നവനായ ദൈവമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ ദൈവം ഏത് കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, ഏത് വിഷയത്തിൻ്റെ മേലാണ് നാം ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന് മറുപടി തരുന്നവനായ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ദൈവമാകിയാൽ നമുക്ക് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹൃദയനുറുക്കത്തോടെ ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒറ്റപ്പെടുത്തലൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെയെല്ലാം നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി മടക്കി തരാൻ വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് ഏലിയാവിനെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വെല്ലുവിളിയുടെ നടുവിൽ ഹല്ലേലൂയ. ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം എങ്ങനെ കേട്ടതെന്ന് നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് യാഗം കഴിച്ച് യാഗമെടുത്തതിന്മേൽ ഏലിയാവ് പ്രാർത്ഥനയുടെ നടുവിൽ തീ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഏലിയാവ് വ്യവസ്ഥ പ്രകാരമാണ് പ്രാർത്ഥന കഴിച്ചത്. ബാലിൻ്റെ പ്രവാചകന്മാർക്കും അശേര പ്രവാചകന്മാർക്കും വ്യവസ്ഥ പ്രകാരം യാഗം കഴിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാകുന്ന ഏലിയാവ് വ്യവസ്ഥ പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. യാഗം കഴിച്ച് യാഗമെടുക്കുന്നതിൽ യാഗവസ്തുവിനെ എല്ലാം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം യാഗത്തിന് തീയിറക്കി ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കേവലം നീണ്ട ഒരു പ്രാർത്ഥന ഏലിയാവ് പ്രാർത്ഥിച്ചില്ല. 24 സെക്കൻഡ് അടങ്ങുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു വലിയ അത്ഭുതം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. പ്രാർത്ഥനയിൽ മഴ പെയ്യാതിരിക്കാനായിട്ട് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3.5 സംവത്സരം ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും ഏലിയാവ് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞതായിട്ട് കാണാനായിട്ട് കഴിയും. ഏലിയാവ് നമ്മളെപ്പോലുള്ള മനുഷ്യനാണ്. ഏലിയാവിൻ്റെ വിശ്വാസം, ഏലിയാവിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയൊക്കെയാണ് ഏലിയാവിൻ്റെ ജീവിതത്തിൽ ദൈവം മറുപടി തന്നത്. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്, നീ ദൈവത്തോട് വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കണം. ജൽപ്പനം ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ യാചിക്കേണ്ട പോലെ യാചിച്ചാൽ, വ്യവസ്ഥ പ്രകാരം യാചിച്ചാൽ നമ്മുടെ യാചനയുടെ ശബ്ദത്തിൻ്റെ മുൻപിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമെന്ന് പറയാൻ തക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിച്ചതായ ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ അത്ഭുതം പ്രവർത്തിച്ചും മറുപടി നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെല്ലുവിളിയുടെ നടുവിൽ പ്രാർത്ഥിച്ചതായ ഏലിയാവിന് പ്രാർത്ഥന കേട്ട് സ്വർഗത്തിലെ ദൈവം യാഗപീഠത്തിന്മേൽ തീയിറക്കി മറ്റുള്ളവരുടെ നടുവിൽ ഏലിയാവിനെ മാനിച്ച ദൈവമാണ്. ദൈവത്തിൽ നിന്നെയും ദൈവം മാനിക്കാൻ വിശ്വസ്തനാണ്. എൻ്റെ ഉറ്റവരുടെ നടുവിൽ, ഉടയവരുടെ നടുവിൽ, നിൻ്റെ വേദനാജനകമായ വിഷയത്തിൻ്റെ നടുവിൽ, നിന്നെ തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ നടുവിൽ നിൻ്റെ വിഷയം പ്രാർത്ഥിച്ച് നിനക്ക് അത്ഭുതകരമാർന്ന രീതിയിൽ ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. അതുമാത്രവുമല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയവനാണ് സ്വർഗത്തിലെ ദൈവം.
നഷ്ടപ്പെട്ടതിനില്ല ഇരട്ടിയായി കൊടുക്കുന്നവനാണ് ദൈവം. പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തുള്ളനും തിന്ന് നശിപ്പിച്ചതിനെ ഇരട്ടിയായി മടക്കി തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ പ്രഭാത വേളയിൽ ആ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദാനിയേലിനേക്കാളും ഏലിയാവിനേക്കാളും യോബിനേക്കാളും വലിയവനായ ദൈവമാണ്. രാവിലെ സമയത്ത് എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ദൈവകരങ്ങളിലേക്ക് വ്യവസ്ഥ പ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഭാഗികമായ മറുപടിയല്ല, പൂർണ്ണമായ മറുപടി തരും. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, നിത്യനായ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാത വേളയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ശനിയാഴ്ച രാവിലെ സമയത്ത് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും നിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായ നല്ല കർത്താവേ, ഒരു പ്രഭാത വേളയുടെ ഉണരാൻ തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളെന്ന് പറയാൻ തൊക്കണം. നീ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവൻ്റെ ദയ എന്നേക്കുള്ളെന്ന് പറയാൻ. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ താഴ്ചയിലെ, വീഴ്ചയിലെ, രോഗത്തിലെ, ദുഃഖത്തിലെ, ഒറ്റപ്പെടുത്തലിൻ്റെ ഒക്കെ നടുവിൽ ഞങ്ങളെ ഓർത്ത നല്ല കർത്താവേ, കാര്യങ്ങളെങ്ങനെ നടക്കുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി ഈ നിർണായകമാകുന്ന വേളയിൽ നീ ഇറങ്ങി വന്ന് വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് കർത്താവേ. അപ്പച്ചന് ചെയ്യാൻ വയ്യാത്ത ഒന്നുമില്ലല്ലോ. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണല്ലോ. ഈ രാവിലെ സമയത്ത് എല്ലാ കാര്യവും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളുടെയും വിഷയത്തിൻ്റെ മേൽ മഞ്ഞും മഴയും അയച്ച് അത്ഭുതം പ്രവർത്തിക്കണമേ. മാനസികമായി തകർന്ന വിഷയമുണ്ട്, ശാരീരികമായി തകർന്ന വിഷയമുണ്ട്, ശത്രു വളരെ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ട്. അതിൻ്റെ എല്ലാ നടുവിലും ഒരു വലിയ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും വേദനകളുടെയും വേർപാടിൻ്റെയും ഒക്കെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തമ്പുരാനല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വെല്ലുവിളിയുടെ നടുവിൽ ഒരു ഏലിയാവിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയെങ്കിൽ, ഹല്ലേലൂയ, യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഈ യോബിന് മറുപടി നൽകി കൊടുത്ത ദൈവമാണെങ്കിൽ, ദാനിയേൽ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിൻ്റെ സമൂഹത്തിൻ്റെ ഗുഹയിൽ അപ്പച്ചാൻ ഇറങ്ങി വന്ന ദൈവമാണ്. ഞങ്ങളുടെയും പ്രാർത്ഥനയുടെ നടുവിൽ അപ്പച്ചൻ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കർത്താവേ, കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുടുംബമായി പാർക്കുന്നവർ, ഒറ്റയ്ക്കായി പാർക്കുന്നവരെ ഒക്കെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാനുള്ള ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ശത്രു ഞങ്ങളെ കാണാതെ മറിക്കണമേ. ആപത്ത്, അപകടങ്ങൾ, അനർത്ഥങ്ങൾ നിന്നൊക്കെയും കർത്താവേ, നീ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവം ജീവിക്കുന്ന ദൈവമാകിയാലും സ്തോത്രം. എൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും സമ്പൂർണ്ണമായി സമർപ്പിച്ച് തരികയാണ് കർത്താവേ. ദുഃഖിക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. ഹല്ലേലൂയ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, പൈശാചിക പോരാട്ടത്താൽ തകർന്ന ജീവിതങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും നീ വിടുവിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവം ഞങ്ങളെയും വിടുവിക്കാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥന എടുത്തതിനാൽ സ്തോത്രം, സ്തോത്രം. മഹത്വം എടുക്കണമേ യേശു തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.